1000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീടിന് മേളിൽ. അതിൽ തുടങ്ങിയ കോവൽ കൃഷിയാണ് ഞങ്ങൾ ഈ ലെവലിൽ എത്തിച്ചിരിക്കുന്നത്. ഡെയിലി ഹാർവെസ്റ്റിംഗ് ആണ് വെണ്ടയ്ക്ക. ഡെയിലി എടുക്കും. നമ്മളിങ്ങനെ ഇത്രയും നല്ല ഫ്രഷായിട്ടുള്ള നല്ല പച്ച കളറുള്ള പച്ചക്കറി എടുക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത്. ഇതുണ്ടോ? പിന്നെ ഇതുപോലെ നമ്മൾ കായ എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ആ ഒരു മനസ്സിനുള്ളൊരു സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മുടെ നാടൻ കുക്കുമ്പർ. നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ കായ എടുത്ത് തുടങ്ങും. മൂവിങ് നമുക്ക് ഈ നൈസ് കുക്കുമ്പർ നല്ല മൂവിങ്ങാണ്. ഇതടുത്ത് പൂ വരാനുള്ള കണ്ണിയാണ്. അപ്പോൾ അതിൻ്റെ താഴെ എങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കും. അപ്പോൾ ശകല ഇരിക്കണം. കണ്ടോ? ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞത് ആ മീറ്റർ ഫയറിൻ്റെ അതുപോലെ തന്നെ കണ്ടോ? ഒരു കൈയുടെ നീളം തന്നെയാണ് വരുന്നത്. കണ്ടോ? ഇത് നമുക്ക് 6 മാസത്തിൽ കുലയ്ക്കുന്ന വാഴയാണ്. ഇങ്ങനെ ഒരു 50 സെൻറ്റിൻ്റെ അകത്ത് നമുക്ക് കപ്പയുണ്ടാവും. 1 മീറ്റർ വിട്ട് കാച്ചിൽ ചെയ്തിരിക്കുക. കാച്ചിൽ ചെയ്തിട്ട് ഒരു വള്ളിയിലോട്ട് 2 എണ്ണം വെച്ച് ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുകയാണ്. ചേന ഒന്നും അത്ര മോശമായിട്ടുള്ള ചേനയല്ല. ഇത് നമ്മൾ കുമ്പത്തി നട്ട ചേനയാണ്. എൻ്റെ പേര് ബൈജു. ഞാനിപ്പം നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഐത്തിൽ ജംഗ്ഷന് സമീപമുള്ള റോസമ്മ ജോയി എന്ന ആടെ ഒരിടത്തിലാണ്. എൻ്റെ ശരിക്കുമുള്ള സ്വദേശം കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഏറ്റുമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇത് എൻ്റെ വൈഫ് മഞ്ജുഷ ESI ഹോസ്പിറ്റലിൽ ആശ്രമത്ത് ജോലി ചെയ്യുന്നു. ഈ കൃഷിയോട് ഭയങ്കര താല്പര്യം ഉള്ള കൂട്ടത്തിലാണ്. ഫാമിലിപരമായിട്ട് ഞങ്ങൾ കൃഷിക്കാരാണ്. അപ്പം അച്ഛനൊക്കെ ചെയ്യുന്ന കണ്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലൊക്കെ നേരത്തെ തന്നെ നിന്ന് ഇതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഹസ്ബൻഡ് ഇങ്ങനെയൊരു ആശയം മുമ്പോട്ട് വെച്ചപ്പോഴത്തേക്കും നമുക്കത് ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചത്. ഗൾഫിലുണ്ടായിരുന്ന കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ കോവയ്ക്ക വെയിലത്തിട്ട് വാട്ടി വെയിലത്തിട്ട് ഉണങ്ങി പൊടിയായിട്ട് പൗഡറായിട്ട് കൊണ്ടുവന്നിട്ട് അവൻ ചായ കുടിക്കത്തില്ല. രാവിലെ എണീക്കുമ്പോൾ ചൂടുവെള്ളം, അതായത് പിന്നെ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് 1 സ്പൂണിട്ട് കലക്കി കുടിച്ച് ഷുഗർ കൺട്രോൾ ആവും എന്നുള്ള രീതിക്ക് കഴിക്കുമായിരുന്നു. വൈഫിന് ഒരു 2 നേരം ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന ആളാണ്. പുള്ളിക്കാരത്തേക്ക് ഒരു CA പേഷ്യൻ്റാണ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ 2 നേരമുണ്ട്. അതിന് മുമ്പും ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ ഈ കോവലിട്ട് ഞങ്ങൾ രാവിലെ ഏതെങ്കിലും ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള സമയത്ത് കയറി പുള്ളിക്കാരത്തിൽ ഒരു 2 ചെറിയ കോവയ്ക്ക പറിച്ച് കഴിക്കും. പിന്നെ ഫുഡിനകത്ത് കൂടുതലും കോവയ്ക്ക ഉൾപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം എന്താ ഇൻസുലിൻ എന്ന് പറയുന്നൊരു പരിപാടി ഞങ്ങൾക്കില്ല. അങ്ങനെ ഞങ്ങൾ 5 സെൻറ്റ് അല്ല 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീടിന് മേളിൽ. അതിൽ തുടങ്ങിയ കോവൽ കൃഷിയാണ് ഞങ്ങൾ ഈ ലെവലിൽ എത്തിച്ചിരിക്കുന്നത്. ഇത് കാട് പിടിച്ച് തരിശായിട്ട് കൃഷിയോഗ്യമല്ലാതെ കിടന്നൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ചെറിയ മട്ടുപ്പാവ് കൃഷിയൊക്കെ ചെയ്ത് കണ്ട് നമ്മുടെ കിളിയൂർ കൃഷിഭവൻ അത് കണ്ട് നല്ലതാണെന്നുള്ളൊരു കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലെത്തിയപ്പം നമ്മുടെ കൃഷി ഓഫീസർ റിയാസാറ് ചോദിച്ച്, നിനക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനവിടെ വസ്തു നോക്കട്ടെ എന്ന്. അപ്പം സാറ് എൻ്റെ അടുത്ത് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ മുട്ടി നോക്കി കിട്ടിയില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റിയാസ് സാറിന് പിന്നെ ഇവിടുത്തെ റോസമ്മ ജോയി എന്നുള്ള നമ്മുടെ പിന്നെ കൃഷി സ്ഥലത്തിൻ്റെ ഓണർ ബന്ധപ്പെടുകയും സാർ അതിനെ വേണ്ടിയിട്ട് പരിശ്രമിച്ച് സാറും നമ്മുടെ കൃഷിഭവനും കൂടെ പരിശ്രമിച്ച് നമുക്ക് ഈ വസ്തു എടുത്തു തന്നത്.
വളരെ യാദൃശ്ചികമായിട്ട് കൃഷിഭവനിൽ വരികയും വളരെ യാദൃശ്ചികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കോ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് കോവയ്ക്ക മാത്രം കൊടുത്തുകൊണ്ടിരുന്ന, ടെറസിൽ കൃഷി ചെയ്ത കോവയ്ക്ക മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കർഷകനായിരുന്നു. അപ്പോൾ അദ്ദേഹം കൃഷിഭവനിൽ വരികയും അദ്ദേഹത്തിന് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് കൃഷിഭവനോട് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പല ടൈപ്പും കൃഷിഭവനോട് ചേർന്ന പല പ്ലോട്ടുകളും അദ്ദേഹത്തിന് കൊടുക്കുക. അതായത് അദ്ദേഹത്തിൻ്റെ യാത്രാ സൗകര്യവും മേൽനോട്ടവും നോക്കി എത്ര സൗകര്യമുള്ള പ്ലോട്ട് കിട്ടുന്ന രീതിയിൽ നമ്മളൊരു ശ്രമം നടത്തി. പക്ഷേ അതിനൊന്നും നമുക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് ഫൈനലി റോസമ്മ ജോയി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അദ്ദേഹം ഇവിടെ ഒരു വനിതാ നേഴ്സാണ്, ജർമ്മൻ നേഴ്സായിരുന്നു. പുള്ളിക്കാരിയുടെ സ്ഥലം ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് കൃഷിഭവനിൽ അറിയിക്കുകയും അപ്പോൾ അത് പ്രകാരം ശ്രീ ബൈജുവിനെ ഇത് ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. ബൈജു വന്ന് കണ്ട് അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മാഡം തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. വയസ്സായതിൻ്റെ പേരിൽ കൃഷി നടത്തിയില്ല. പിന്നെ 2-3 പേർക്കൊക്കെ കൃഷിക്ക് കൊടുത്തു. അവർ ഇതുപോലൊന്നും ആരും ചെയ്തില്ല. അവരൊക്കെ വരുമാനം പ്രതീക്ഷിച്ച് മാത്രം കുറേ വാഴയും കുറേ കപ്പയും ഇട്ടേച്ച് അങ്ങ് പോകും. എന്നിട്ട് അത് വിളയുമ്പം വരും എടുക്കാനായിട്ട്. ഇവർ കൃഷി ചെയ്ത കണക്ക് ഇന്ന് വരെ ഇവിടെ ആരും ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ പിന്നെ പാവലുണ്ട്, പടവലമുണ്ട്, പീച്ചിങ്ങ ഉണ്ട്, പയറുണ്ട്, വെണ്ടയുണ്ട്, വഴുതനയുണ്ട്, കുക്കുമ്പറുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ ഇപ്പം ഇത്ര ഐറ്റംസിൽ നിന്നാണ് നമ്മൾ ഇപ്പം ഹാർവെസ്റ്റിംഗ് നടക്കുന്നത്. നമ്മുടെ നൈസ് കുക്കുമ്പറാണ്. ഇപ്പം നമ്മൾ ഡെയിലി അങ്ങോട്ട് ഹാർവെസ്റ്റ് എടുത്തിട്ട് ഡെയിലി എടുക്കുന്നു, വൈകുന്നേരം എടുക്കുന്നു, രാവിലെ കൊണ്ട് കടയിൽ കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ എടുത്ത് രാവിലെ തന്നെ നമുക്ക് അങ്ങ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ കസ്റ്റമറൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളവർ തന്നെയാണ് അവർ പറയുന്ന പൈസ നമുക്ക് ബുദ്ധിമുട്ടില്ല. അവരുടെ സപ്പോർട്ടുണ്ട് കേട്ടോ. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ടാണ് ഇത് കൂടുതൽ നമ്മൾ കൃഷി ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റിലേക്ക് വരുന്നത്. അല്ല ഇത് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? പിന്നെ എന്താ, നമ്മൾ നല്ല പച്ചക്കറി കൊടുക്കുമ്പോഴത്തേക്കും വാങ്ങാൻ കൊല്ലത്തിനെ സംബന്ധിച്ച്, കോർപ്പറേഷനെ സംബന്ധിച്ച് ഇഷ്ടംപോലെ ആളുകളാണ്. കുക്കുമ്പർ നമ്മൾ എടുത്ത് നല്ല ക്ലീൻ ചെയ്ത് നമുക്ക് കടയിൽ എത്തിക്കുക എന്നുള്ളതാണ് നല്ല ക്വാളിറ്റി ആയിട്ട്. അത് നമുക്ക് സുഖമായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്തായാലും. ഈ 3 ടൈപ്പ് കുക്കുമ്പറാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത്, കുക്കുമ്പർ ഐറ്റംസ്. ഇത് നമ്മുടെ നാടൻ കുക്കുമ്പർ, ഇത് സ്നോ വൈറ്റ്, ഇത് നൈസ് കുക്കുമ്പർ. നമ്മളിവിടെ ഈ കുക്കുമ്പർ ചെയ്യുന്നത് ഓപ്പണായിട്ട് നമ്മളിവിടെ പോളി ഹൗസ് ഒന്നും ഇല്ലാതെ സാധാരണ രീതിക്ക് അങ്ങ് ചെയ്യുവാണ്. ചെയ്തിട്ട് ബെഡ് ഇട്ടിട്ട് ബെഡിൽ നിന്ന് മറ്റുള്ള കൃഷി രീതിയെല്ലാം സെയിം ഓപ്പൺ സ്പേസാണ്. അതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കായ്ക്ക് നല്ല പച്ച കളറാണ്. പച്ച കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അട്രാക്ഷൻ ആയിരിക്കും ഒരു കസ്റ്റമർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ബെഡ് ചെയ്തിട്ടുണ്ട്, ബെഡിൽ പിന്നെ ഡ്രിപ്പ് ചെയ്തിരിക്കുകയാണ്. മൂവിങ് നമുക്ക് ഈ നൈസ് കുക്കുമ്പർ നല്ല മൂവിങ്ങാണ്. അതിന് ഒപ്പം തന്നെ ഇത് നിൽക്കും. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും നല്ല ടേസ്റ്റാണ്. കസ്റ്റമേഴ്സ് കൂടുതലും ഇത് രണ്ടിനും ആണ്. പിന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ കൂടുതലും വിറ്റ് പോകുന്നത് ഈ രണ്ടെണ്ണമാണ്. നല്ല സൂപ്പർ മാർക്കറ്റിൽ, അതായത് ഒരു പ്രീമിയം ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കും നല്ല ഡിമാൻഡ് അതാണ്. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാടൻ കുക്കുമ്പറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കടയിലും വിൽക്കാം. ഇത് ഇരിക്കുവാണെന്നുണ്ടെങ്കിലും ഒരാഴ്ചയൊക്കെ ഇപ്പോഴത്തെ കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുക്കുമ്പർ ഒരു 10 ദിവസം ഇതുപോലെ തന്നെ ഇരിക്കും. ഇത് നമ്മുടെ നാടൻ കുക്കുമ്പർ. ഇത് നമുക്ക് ഇവിടെ ഒരു 2-3 ജസ്റ്റ് ഒരു 3 ലെയറുള്ള 3 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 60 സിംഗിൾ ചെടിയാണ് ഉള്ളത്. ഇത് ഒരു 38ാമത്തെ ദിവസമുള്ളൂ ഇത് നമുക്ക് ഹാർവെസ്റ്റിങ് പൂ ആവുള്ളൂ. 38ഉം ഒരു 10 ദിവസം കൂടെ വരും ഹാർവെസ്റ്റിങ് ആക്കാനായിട്ട്. ഇത് നന്നായിട്ട് നമുക്ക് മൂവ്മെൻ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ നമുക്കുള്ളത് സ്നോ വൈറ്റാണ്. സ്നോ വൈറ്റ് ഇവിടെ നമുക്ക് അത്യാവശ്യം 5 ബെഡുണ്ട്. 5 ബെഡ്
ഇത് അതുപോലെ തന്നെ 38ാമത്തെ ദിവസമുള്ളൂ പൂവായിട്ട്. 38ാം ദിവസം ഹാർവെസ്റ്റിങ് പിന്നെ ഒരു 10 ദിവസം കൂടെ പോകും. ഇത് നമ്മൾ പല രീതിക്കാണ് വിൽക്കുന്നത്. എനിക്കൊരു ഓൺലൈൻ ഗ്രൂപ്പുണ്ട്, പിന്നെ സൂപ്പർ മാർക്കറ്റുണ്ട്, പിന്നെ ലോക്കൽ കട. 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 50 രൂപയ്ക്ക് കടക്കാരും എനിക്ക്, ലോക്കൽ കടക്കാരും ഇത് 50 രൂപ നാടനായതുകൊണ്ട് എനിക്ക് തരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്നോ വൈറ്റ് കൊടുക്കുന്നത് 70 രൂപയ്ക്കാണ്. 70 രൂപയ്ക്ക്. നൈസ് കുക്കുംബറാണ്. നൈസ് കുക്കുംബർ നമ്മൾ ചെടി ഇട്ട് കഴിഞ്ഞാൽ ഒരു 28ാമത്തെ ദിവസം കാ വരും. പിന്നെ കാ വന്നു കഴിഞ്ഞാൽ ഒരു 8 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സൈസിൽ പറിക്കാൻ പറ്റും. ഈ ഒരു സൈസിൽ. പിന്നെ നമ്മളിത് ചെയ്തിരിക്കുന്നത് ഓപ്പൺ പോളികാർബൺ ഷീറ്റൊന്നും ഇല്ലാതെ ഓപ്പണായിട്ട് ചെയ്തിരിക്കുന്ന മഡ്ജിൻ ഷീറ്റ് ഇട്ട് ബെഡ് തയ്യാറാക്കി, പിന്നെ ട്രിപ്പ് ഇറിഗേഷൻ ചെയ്ത് ഷീറ്റ് ഇടുന്നതിന് മുമ്പ് അതിനകത്ത് നമുക്ക് കൊടുക്കാനുള്ള വൺ ടൈം വളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവവളങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കും അതിനകത്ത്. ഇനി അതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് ക്രോപ്പായി, ഇനി ഒരു 2 പ്രാവശ്യം കൂടെ പോകും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അത് പ്രത്യേകിച്ച് വളങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ കുക്കുംബർ നമ്മൾ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 80 രൂപയ്ക്ക് മാർക്കറ്റിൽ എടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് കുക്കുംബർ വിൽക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഇല്ല, നമ്മുടെ ഇല്ലാത്ത കുഴപ്പമുള്ളൂ. ഇത് നമുക്ക് ആദ്യം നമ്മുടെ നാടന് വെക്കാം. നാടനാകുമ്പോൾ ഇച്ചിരി കൂടെ ഹെൽത്തിയാണ്, ഒരു ചെറിയ ഡാമേജൊന്നും വരാൻ ചാൻസ് കുറവാണ്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് നൈസ് വെക്കാം, സ്നോ വൈറ്റ് വെക്കാം. നമ്മൾ പാവയ്ക്ക സാധാരണ നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ബെഡാണ്. ഒരു ബെഡിൽ ഒരു 28 ചെടി കാണും. പിന്നെ ഇത് എല്ലായിടത്തും ചെയ്യുന്നത് പോലെ നമ്മളൊരു 45 ദിവസം കഴിഞ്ഞിട്ടാണ് കാ തന്നെ നമുക്ക് വന്നത്. ഇപ്പോൾ ഇത് ഒരു 48-50 ദിവസമായി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ കായ എടുത്ത് തുടങ്ങും. നമ്മൾ ചെയ്യുന്നത് കൂടുതലും കവർ വാങ്ങിക്കുന്ന കവറിട്ട് കൊടുക്കും. കായ ആകുന്നതിനെ എന്നിട്ട് കായ പരുവാകുന്നതിനെ നമ്മൾ മാറ്റിയിടും. ആ കവറെടുത്ത് അടുത്തതിന് ഇട്ട് കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു രീതിയാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. കൂടുതൽ ഇതിൻ്റെ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് നമ്മൾ ചാണകവെള്ളവും ആണ് കൂടുതലും കൊടുക്കുക. ചാണകവെള്ളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ശകലമല്ല, ഒരു 5 കിലോ ചാണകത്തിന് ഒരു 1 കിലോ കടലപ്പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്കും, ഒരു 1.5 കിലോ ശർക്കര, പിന്നെ ഒരു പിടി മണ്ണ് ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നും കൊടുക്കേണ്ട വന്നിട്ടില്ല. നമ്മൾ പയർ എടുക്കുന്ന ഇങ്ങനെ ബ്ലേഡ് വെച്ച് അടുത്ത പൂക്കണ്ണിയാണിത്. ആ പൂക്കണ്ണി പോകാതെ കൃത്യമായിട്ടൊരു ശകലം ഞെടുപ്പ് വെച്ച്, കാരണം കൊല്ലത്ത് പച്ചക്കറിയുടെ ഒരു ഹൈലൈറ്റ് ഈ ഞെടുപ്പാണ്. ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇത് ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെയാണ് ചിലരെടുക്കുന്നത്. ഇത് നമ്മൾ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വാടിപ്പോവുകയില്ല, ഇങ്ങനെ ഇരിക്കും 2 ദിവസത്തേക്ക്. ഇത് നമ്മൾ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കാൻ സമ്മതിക്കില്ല, നമ്മൾ ഇങ്ങനെ അങ്ങ് എടുത്തേക്ക്. അപ്പം കസ്റ്റമർക്കും ഹാപ്പി, നമ്മൾ ഹാപ്പി. നമ്മൾ ഇതടുത്ത് പൂ വരാനുള്ള കണ്ണിയാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കും. അപ്പോൾ ശകല ഇരിക്കണം. നല്ല പയറാണല്ലോ, നമ്മുടെ പയറായാലും നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ കൊടുത്തിരിക്കുന്നത് അടിവളാണ് വലിക്കുന്നത്. അതുകൊണ്ടാണ് അടിവളത്തിൻ്റെ ആ നൈട്രജൻ്റെ ആ ഒരു ഇതാണ് നല്ല പച്ച കളറുള്ള. ഇതാണ് നമ്മുടെ കപ്പ മരച്ചീനി. ഞങ്ങൾ കോട്ടയംകാരാണ്, കപ്പയെന്ന് പറയും, ഇവിടെ മരച്ചീനി എന്ന് പറയും. നമുക്ക് ഇതിപ്പം 6 മാസത്തിൽ, ഇപ്പോൾ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ മരച്ചീനി പറിക്കാം. ഇതിൽ 50 സെൻറ്റിനകത്ത് നമ്മുടെ മരച്ചീനി കിടപ്പുണ്ട്, 50 സെൻറ്റിനകത്ത്. ഇതിപ്പോൾ ഇവിടുന്ന് ഈ ലൈനിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങറ്റം വരെ നമുക്ക് 6 മാസത്തിൽ പറിക്കാവുന്നതാണ്. ഇപ്പുറത്ത് കിടക്കുന്നത് നമ്മൾ 9 മാസത്തിൽ പറിക്കാവുന്നതാണ്. അത് ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ ലാസ്റ്റ് പറിക്കും. ഇതിപ്പോൾ അടുത്ത മാസം ജൂലൈ ലാസ്റ്റ് ഓടുകൂടി നമുക്ക് പറിക്കാൻ പറ്റും. അത്യാവശ്യം നമ്മുടെ ഒരു ചോട് ചീനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 3 കിലോ ആവറേജ് കിട്ടണമെന്നാണ് ആവറേജ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 3 ടണ്ണ് ഒക്കെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അത് അല്ലെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചീനി കൃഷി നഷ്ടം വരത്തില്ല, ഒരിക്കലും വരത്തില്ല. ഈ മണ്ണിൻ്റെ ഇങ്ങനെ ക്രാക്ക് വീഴുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് കിടക്കുന്ന കപ്പയ്ക്ക് കിഴങ്ങിന് വണ്ണം വെക്കുമ്പോഴാണ് ഈ മണ്ണ് പൊട്ടുന്നത്. അതിന് ഉറപ്പാണ് അത് കേട്ടോ. ഇതിൻ്റെ ചുവട്ടിൽ ഒരു 3 കിലോ ആവറേജ് ഉണ്ടാകും എന്നുള്ളതിന്
ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80% പ്രതീക്ഷിക്കുന്നു. മണ്ണ് പൊട്ടുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. കാരണം ഇത്രയും മണ്ണ് വെട്ടി കയറ്റി വെച്ചിരിക്കുന്നതാണ്, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വരരുത്, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വരരുത് എന്നൊക്കെ പ്രതീക്ഷിക്കുക. നമ്മൾ ചെയ്തിരിക്കുന്ന കൃത്യം കണ്ട, അതായത് ഇതൊരു 3 അടി ഉണ്ടാകും. 3 അടി ക്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തായിട്ടിരിക്കുന്നത്. ഇതിൻ്റെ നടുക്കൂടി ഒന്ന് പോകാനും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മുട്ടിച്ചിടാം സ്ഥലം കൂടെ. പക്ഷെ നമ്മളത് ചെയ്തിട്ടില്ല. നമുക്കൊരു ടോട്ടൽ സ്ഥലത്തൊരു 10-200 ചോടിൻ്റെ കുറവ് വരും. അതൊരു വിഷയമല്ല. അത് നമുക്ക് വിളവിലുണ്ടാവും. അത് ഇങ്ങനെ ഒരു 50 സെൻറ്റിൻ്റെ അകത്ത് നമുക്ക് കപ്പയുണ്ടാവും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ബോർഡർ ലൈൻ പോലെ കുറേ സ്ഥലത്ത് എത്ര സ്ഥലമുണ്ടോ അത്ര സ്ഥലത്ത് നമ്മൾ ചേന ഇട്ടിരിക്കുക. ചേന അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പേനെ എലി ആക്രമിക്കരുത് എന്ന് കണക്ക് കൂട്ടിയാണ്. ചേന പെട്ടെന്ന് എലി ആക്രമിക്കുകയില്ല. അപ്പോൾ ഒരു ബോർഡർ ലൈനാണ്. അപ്പോൾ പോലെയാണ് നമ്മൾ ചേന ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കാണിക്കാം. ചേന ചെയ്തതിൻ്റെ ചേനയും കപ്പയും തമ്മിലുള്ള ആ ഒരു എൻ്റെ ഒരു ഐഡിയ ആണത്. അതിപ്പം സക്സസ് ആവുമോ നിങ്ങൾക്കത് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിൽ എൻ്റെ കാര്യത്തിൽ അത് സക്സസ് ആണ്. വേണ്ടോ, ഇത് കപ്പ, ഇത് കപ്പ, ഇതിങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങറ്റം വരെ നമ്മുടെ ചേനയാണ് നിൽക്കുന്നത്. ചേന ഒന്നും അത്ര മോശമായിട്ടുള്ള ചേനയല്ല. ഇത് നമ്മൾ കുമ്പത്തി നട്ട ചേനയാണ്. നനച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഒന്നും ഇതല്ല. ഇപ്പോൾ അടുത്ത മാസമല്ല, ഇപ്പം തന്നെ ഒരു 10 ദിവസത്തിനുള്ളിൽ പറിക്കാം. നമ്മൾ കർക്കിടകം പകുതി പറിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ചേന ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കപ്പ ഇതുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടോ, അത്ര ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഔട്ട് സൈഡിൽ നിന്നൊരു എലിയൊക്കെ കയറി വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനെ അങ്ങോട്ട് പെട്ടെന്ന് ആക്രമിച്ചോട്ടെന്നാണ് ചിന്തിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് 6 മാസത്തിൽ കുലയ്ക്കുന്ന വാഴയാണ്. ഇപ്പം കാലാവസ്ഥ കൊണ്ട് ഒരല്പം പുറകോട്ട് പോയവൻ ഇപ്പം അടുത്ത് കുട ആകാൻ പോവാണ്. അതിപ്പം അടുത്ത ഒരു 10 ദിവസത്തിനുള്ളിൽ കുലയ്ക്കും. പിന്നെ ഓണത്തിന് വെട്ടാൻ പറ്റുന്ന കാര്യം ചെറിയൊരു സംശയമുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ 100 താഴെ വാഴയുള്ളൂ. അത് പിന്നെ നമ്മൾ കൃത്യമായിട്ട് നോക്കി, വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. വേറെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആയിട്ടുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ വാഴയ്ക്ക് വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. കുമ്മായിട്ട് വാഴ വെച്ച് പിന്നെ വാഴയ്ക്ക് ശകലം പൊട്ടാഷ് കൊടുത്ത് അതല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് വാഴയ്ക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ചാണകം വെള്ളം വളരെ ഡൈലൂട്ടായിട്ട് അരിച്ചൊഴിക്കുന്നത്, ബണ്ടിൻ്റെ ശല്യം വരാതിരിക്കാനായിട്ട് അരിച്ചൊഴിക്കുന്നത്. കാരണം ഇനി ചാണകം ചോട്ടി ചെന്ന് കഴിഞ്ഞാൽ പിണ്ടിപ്പുഴു വരാനും എല്ലാം ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അരിച്ചു കൊടുക്കും. മൊത്തത്തിലുള്ള വസ്തു 3.5 ഏക്കറാണ്. അതിപ്പോൾ നമ്മൾ മൊത്തം കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഭാഗം ഏതിന് ചെയ്യാനുള്ള രീതിക്കാണോ ആ രീതിക്ക് ആക്കി എടുത്തിട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇപ്പം ഇത്ര ഭാഗത്ത് ഇഞ്ചി ചെയ്തിരിക്കുന്നത്. നമ്മളിത് ഇപ്പോൾ ഇതിനെ ഇഞ്ചിയുടെ കണ്ടം വെട്ടി ചാണകവെള്ളമെല്ലാം കൊടുത്ത് സെക്കൻഡ് ട്രിപ്പ് ചവറ് വെച്ചിരിക്കുകയാണ്. ചവറ് വെച്ചതിൻ്റെ ഉദ്ദേശം ആ ചവറും വളമായിക്കോളും, രണ്ടാമത് പോച്ച കയറിയല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് ചെയ്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ മഞ്ഞൾ നമ്മുടെ ഇഞ്ചിയോട് ചേർന്ന് തന്നെ മഞ്ഞൾ ഇട്ടിരിക്കുകയാണ്. അത് ഇപ്പം ഇവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബെഡ് ഇത്രയും പൊക്കി ചെയ്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടില്ല, നമ്മൾ ആ ബെഡ് എടുത്തപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. ഇത് കാച്ചിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലാൻഡ് ഓണറോട് ചോദിച്ചിട്ട് മരം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മരത്തിലോട്ട് വള്ളി എറിഞ്ഞിട്ട് അത് കയറ്റി വിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം നമുക്ക് ഒരു 200 മൂടി കൂടുതൽ കാച്ചിൽ തന്നെയുണ്ട്. ഇവിടെ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും കിടപ്പുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ രീതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 മീറ്റർ വിട്ട് കാച്ചിൽ ചെയ്തിരിക്കുക. കാച്ചിൽ ചെയ്തിട്ട് ഒരു വള്ളിയിലോട്ട് 2 എണ്ണം വെച്ച് ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുകയാണ്. അതിനിപ്പം പ്രത്യേകിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത് ചാണകം 1 കിലോ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിന് മേളിൽ രാജ്ഫോസും വെച്ചിട്ട് മൂടിയിട്ട് ചവിട്ടി ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ഒരൊറ്റ എണ്ണം പോലും നമുക്ക് പോയിട്ടില്ല. എല്ലാ വള്ളിയും നല്ല ക്ലിയറായിട്ട് കയറി വന്നു, കുഴപ്പമില്ല എല്ലാത്തിലും. പിന്നെ നമുക്ക് ചേമ്പ് ഇപ്പം ഒരു വെയിലടിച്ചുകൊണ്ടൊരു ശകലം ഒരു പുറകോട്ടാണ്, നമുക്ക് കയറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി, കാച്ചിൽ, മഞ്ഞൾ, ചേമ്പ് കഴിഞ്ഞില്ല. ഒരു സെക്ഷനിൽ ഇട്ടിരിക്കുന്ന ഇത്രേ ഉള്ളൂ. പിന്നെ അടുത്ത സെക്ഷനാണ് അത്. ഇനി നമുക്ക് പപ്പായനെ ഇന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. പപ്പായ
ഇത് നമ്മൾ പപ്പായയുടെ റെഡ് ലേഡിയാണ്. റെഡ് ലേഡി പപ്പായ കൃഷിയിൽ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ എന്നാ എക്സ്പീരിയൻസ് ഇല്ല. എക്സ്പീരിയൻസ് അല്ല, ആരോട് ചോദിച്ചാലും അവർക്ക് അത്ര കൃത്യമായിട്ട് മറ്റ് കർഷകർക്ക് അറിയില്ല. പിന്നെ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന ഐഡിയ അനുസരിച്ച് നമ്മൾ ഇത്രയൊക്കെ ആക്കി. എന്നാലും എത്രയോ 3 മാസം 4 മാസത്തിൽ കായാവും എന്നുള്ളതിന് ഉറപ്പായി. നമ്മളിങ്ങനെ ഇത്രയും നല്ല ഫ്രഷായിട്ടുള്ള നല്ല പച്ച കളറുള്ള പച്ചക്കറി എടുക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത്. ഇതുണ്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല പരുവത്തിന് ആണ്. കളറും അത് നല്ല ഗ്രീനിഷ് കളറിൽ ഇങ്ങനെ പച്ചക്കറി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ എന്താ ഈ കഴിച്ചില്ലേ പോലും നമ്മുടെ വയറ് നിറയാം. അതാണ് എൻ്റെ സന്തോഷം. കണ്ടോ, ഒരെണ്ണം പോലും ഇതിനകത്ത് മുറ്റിയതുണ്ടാവത്തില്ല, ഒരെണ്ണം പോലും. അത് നമ്മൾ കൃത്യമായിട്ട് നോക്കി എടുത്ത് നമ്മൾ സന്തോഷത്തിനൊപ്പം നമ്മൾ നേരം പോക്കും എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളുകയാണ്. 100% കൃഷിയില്ല. എത്ര ഞാൻ 25 വർഷം 24.5 വർഷം ശരിക്കും ഗൾഫിൽ നിന്നാണ്. പക്ഷെ പൈസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സുഖം എങ്ങും കിട്ടിയിട്ടില്ല. ഇത് വിത്ത് ഫാമിലിയുടെ കൂട്ടത്തിൽ കൃഷി ചെയ്യുന്നത്. ഇതിനകത്ത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും, നഷ്ടം എന്ന് പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒരു സന്തോഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ലാഭത്തിൻ്റെ ഒരു പര്യായത്തിനപ്പുറത്താണ് ആ കാര്യങ്ങൾ പോകുന്നത്. ഇതുപോലെ പച്ചക്കറി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. പിന്നെ ദൈവാനുഗ്രഹം കൂടുതൽ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കാരണം ഒരു കൃഷി ഫ്ലോപ്പ് ആയിട്ടില്ല. പിന്നെ അതുപോലെയാണ് ഞങ്ങൾ പരിചരണം ഞങ്ങൾ നോക്കി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പച്ചക്കറി എടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യവുമല്ല. എൻ്റെ പരിചരണം സന്തോഷം എന്ന് പറഞ്ഞാൽ മനസ്സിന് കിട്ടുന്ന സന്തോഷം മറ്റുള്ള കഷ്ടപ്പാട് കൂടുതലാണെങ്കിൽ പോലും ആ ഒരു സുഖം നമ്മുടെ എല്ലാത്തിൽ നിന്നും കിട്ടുന്ന കഴിഞ്ഞും ഒരു വെറൈറ്റിയാണിത്.